വെൽക്കം ടു മൈ സ്മോൾ വേൾഡ്. ഇന്ന് സൺഡേ ഈസ് എ ഹോളിഡേ എന്ന് ഞാൻ പറയില്ല കേട്ടോ, ബിക്കോസ് എനിക്ക് സൺഡേ വർക്കിംഗ് ഡേ ആണ്. പക്ഷേ ഞങ്ങളിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി. ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്വകാര്യ അഹങ്കാരം ഉണ്ട് കേട്ടോ. ഫേമസ് മ്യൂസിഷ്യൻ മാതങ്കി സത്യമൂർത്തി ടീച്ചറിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ടീച്ചറിൻ്റെ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ആനുവൽ സെലിബ്രേഷനാണ് ഇന്ന്. വർക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ വരെ ഒന്ന് പോയി വരണം. ഇനി ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ആവാമല്ലേ. ഫുഡ് കഴിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല, എങ്കിലും ചെറിയൊരു മൂഡ് വേണം. എന്തായാലും ഇന്ന് ആ എഗ് വൈറ്റ് ഫുൾ അവൾ കഴിച്ചു. ആനുവൽ സെലിബ്രേഷൻ്റെ സാംസ്കാരിക സമ്മേളനത്തിന് അച്ഛൻ്റെ ഒരു ചെറിയ പ്രസംഗം കൂടെ ഉണ്ട്. അതുകൊണ്ട് അച്ഛനും റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ചു. എന്തായാലും അച്ഛൻ കാറിലാണ് പോകുന്നത്, പിന്നെ ഞാനെന്തിനാ നടക്കുന്നത്. ഓക്കെ, നമ്മളങ്ങനെ സ്ഥലത്തെത്തി. ഞാൻ ചെന്നപ്പോൾ പഞ്ചരത്ന കീർത്തനം ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ നോക്കിയപ്പോൾ ഇഡലിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. മീറ്റിംഗ് ഓൾമോസ്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട മന്ത്രിയും MLAയും പിന്നെ കുറേ വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു. പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പാൽനാട് സാറിനെ കാണാനായിട്ട് ഒരവസരം കിട്ടി. അങ്ങനെ അച്ഛൻ്റെ അനുസ്മരണ പ്രസംഗവും കഴിഞ്ഞ് സാറിനെ കണ്ട് സാറിൻ്റെ കാലേ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ തിരിച്ച് വേഗം വീട്ടിലെത്തി. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരുന്നു. ഉച്ചയായപ്പോൾ ഞാൻ ലോഗൗട്ട് ചെയ്ത് ലഞ്ച് ബ്രേക്കിന് എഴുന്നേറ്റു. എല്ലാവർക്കും അവിടെ ഫുഡുണ്ടായിരുന്നു. ഞാനും അവിടെ പോയി തന്നെയാണ് കഴിച്ചത്. ചോറും സാമ്പാറും അവിയലും പിന്നെ നല്ല സൂപ്പർ പാലട പായസവും. പിന്നെ ഇനി എന്ത് വേണം. കുറച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ചെന്നപ്പോൾ മോള് നല്ല വഴക്ക്. പിന്നെ അവളെ പാല് കൊടുത്ത് ഉറക്കി വീണ്ടും ഞാൻ വർക്ക് ചെയ്യാനായിട്ടിരുന്നു. നല്ല ജോലി ഉണ്ടായിരുന്നു. ഒരുപാട് കോൾസും മെസ്സേജസും. ആകെ എക്സോസ്റ്റഡ് ആയിപ്പോയി. പിന്നെ ഈ ചൂടും കൂടെ അല്ലേ. പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഫ്ലെക്സിബിൾ ആട്ടോ. ഞാൻ വന്ന് നോക്കുമ്പം ഒരാൾ ഇവിടെ ചുട്ടി കൊത്താൻ തുടങ്ങി. ഇതിൻ്റെ സ്ഥിരം പണിയാണ്. ഇവിടെ ഉള്ള മഞ്ഞളും പൗഡറും അമ്മയുടെ കൺമഷിയും ചാന്തും എല്ലാം എടുത്ത് ഈ വേഷം കെട്ട് തന്നെയാണ് സ്ഥിരം. എത്ര ചെയ്യരുതെന്ന് പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ അവൻ്റെ ഒരു ടൈം പാസ്. എന്തൊക്കെയോ കുറേ കാണിക്കും, എല്ലാവരുടെയും പുറകെ നടക്കും, എന്നിട്ട് അവൻ തന്നെ കഴുകി കളയും. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവൻ എന്ത് വേണേലും ചെയ്തു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും കൊളാക്കിയിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ കുറച്ച് പണികളും കൂടെ വേഗം തീർത്ത് ഞാൻ എന്തായാലും ലോഗൗട്ട് ചെയ്തു. ഫൈനലി ആഫ്റ്റർ എ ലോങ് എക്സോസ്റ്റിംഗ് ഡേ ഞാൻ ആ പെട്ടി അങ്ങ് അടച്ചു. കുറച്ച് ടീ ബ്രേക്ക് ആവാം. കുറച്ച് നല്ല ഉപ്പേരി കിട്ടിയിട്ടുണ്ടായിരുന്നു, മധുരമുള്ള ഉപ്പേരി. അച്ഛൻ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന. അങ്ങനെ അതുമൊക്കെ കഴിച്ച് കുറച്ച് സമയം പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെളിയിലോട്ടിറങ്ങി. അപ്പം എത്ര സന്ധ്യ ആയാലും എന്താ, ചൂടിനൊരു കുറവുമില്ല. കുറച്ച് നേരം ഞാൻ അതിലെ കൂടെയൊക്കെ നടന്നിട്ട് വേഗം അകത്ത് കയറി. അമ്മയാണെങ്കിൽ വിഷു അല്ലേ, ഫുൾ ക്ലീനിങ്ങിലായിരുന്നു. സന്ധ്യയ്ക്ക് ടുറ്റുവിനെ ഇരുത്തി നാമം ചൊല്ലിക്കാറുണ്ട്. ഇടയ്ക്ക് സ്വന്തമായിട്ടിരിക്കും, ഇടയ്ക്ക് നമ്മൾ പിടിച്ചിരുത്തണം. ഞാനും പ്രാർത്ഥിച്ചു. കണി ഒരുക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് എടുക്കാനുണ്ട്. ഞങ്ങൾക്കിവിടെ ഒരു ഷോപ്പുണ്ട്. സോ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കും. ഇനി എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ എന്ന് പോയി നോക്കണം. അമ്മയ്ക്ക് പോകാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പോവാ. ഞാനും മോനും കൂടെയാണ് പോകുന്നത്. അവളെ അവിടെ വിട്ടിരിക്കുക കേട്ടോ, കാരണം എനിക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അവളെയും കൊണ്ട് പോയാൽ. ഇതാണ് നമ്മുടെ പച്ചക്കറി കട. സന്ധ്യ ആയപ്പോഴേക്കും കുറച്ച് തിരക്ക് കുറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. എങ്കിലും നിൽക്കാനിടയില്ലായിരുന്നു. പിന്നെ അച്ഛൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സാധനം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഊർമിള ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ചേച്ചിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച് ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളും എടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ വരുമ്പം അത് വണ്ടിയെ വെച്ച് കൊണ്ടുവന്നോളും. ടുറ്റുവിനൊരു മുണ്ടെടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ മേളിൽ തുണിയുടെ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്കൊരു മുണ്ട് കിട്ടി. അങ്ങനെ ആ മുണ്ടും എടുത്ത് അവന് വീട്ടിലിടാനുള്ള 2-3 ഷോർട്ട്സും എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കണിയും കൂടെ വെച്ചാൽ ഇന്നത്തെ വിശേഷം തീർന്നു. ബാക്കി നാളെ.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.